ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. 3 സിനിമകളുടെ വിവിധ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള ട്രെയിലർ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന അബ്രഹാം ഓസ്ലർ മോളിവുഡിലെ 2024 ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണല്ലോ. ചിത്രത്തിന്റെ ട്രെയിലർ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ അടുത്തയാഴ്ച ജനുവരി 3-ാം തീയതി സിനിമയുടെ ട്രെയിലർ പുറത്തുവരുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഒഫീഷ്യൽ പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. അതേസമയം അയലാൻ പൊങ്കൽ റിലീസായിട്ട് അബ്രഹാം ഓസ്ലർ എന്ന സിനിമയോടൊപ്പം തിയേറ്ററുകളിലേക്ക് എത്തുന്ന തമിഴ് ഫാന്റസി കോമഡി എന്റർടൈനർ സിനിമയാണ് ശിവകാർത്തികേയൻ നായകനെത്തുന്ന സിനിമയുടെ ട്രെയിലർ ജനുവരി 6-ാം തീയതി പുറത്തുവരുമെന്നാണ് വിവരം. കാത്തിരിക്കാം ആ ട്രെയിലർ കാണുവാനായിട്ട്. മറ്റൊരു പൊങ്കൽ റിലീസായിട്ട് അതല്ലെങ്കിൽ സംക്രാന്തി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന തെലുഗു സിനിമ ഗുണ്ടൂർ കാരം എന്ന സിനിമയാണ്. മഹേഷ് ബാബു നായകനെത്തുന്ന സിനിമയുടെ പ്രൊമോ കണ്ടന്റുകൾ ഇതിനോടകം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ട്രെയിലർ അടുത്തയാഴ്ച ജനുവരിയിലെ ആദ്യ ആഴ്ച പുറത്തുവരുമെന്നാണ് അപ്ഡേറ്റ്. ഒഫീഷ്യൽ അപ്ഡേറ്റും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. മഹേഷ് ബാബു, ശ്രീലീല, ഒപ്പം തന്നെ ജയറാം എന്നിവരെല്ലാം തന്നെ ഈ സിനിമയിൽ പ്രധാന റോളുകളിൽ എത്തുന്നു. കാത്തിരിക്കാം ട്രെയിലർ കാണുവാനായിട്ട്. ഈ വർഷത്തിലെ തമിഴിൽ ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത വിജയ ചിത്രമാണല്ലോ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോ. ചിത്രത്തിന്റെ വമ്പൻ വിജയത്തിനു ശേഷം സിനിമയുടെ 2-ാം ഭാഗം എപ്പോൾ എന്നൊരു ചോദ്യത്തിന് ലോകേഷ് ഉത്തരം നൽകിയിരിക്കുകയാണ്. തന്റെ ഇപ്പോഴത്തെ കമ്മിറ്റ്മെന്റ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ലിയോയുടെ 2-ാം ഭാഗത്തിലേക്ക് ലോകേഷ് കടക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതായത് കൈദി 2, രജനി സിനിമകൾക്ക് ശേഷമായിരിക്കും ലിയോയുടെ 2-ാം ഭാഗത്തിലേക്ക് ലോകേഷ് കടക്കുക. എന്തായാലും ലോകേഷ് വിജയ് കോംബോ മാസ്റ്ററിനും ലിയോയ്ക്ക് ശേഷം വീണ്ടും ഒരുമിക്കുന്നത് കാണുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. 2024 ഏറ്റവും വലിയ തമിഴ് സിനിമകളിൽ ഒന്നാണല്ലോ സൂര്യയുടെ കരിയറിലെ തന്നെ പാൻ ഇന്ത്യൻ അല്ല പാൻ വേൾഡ് സിനിമ കൂടിയ കങ്കുവ. സിനിമയുടെ റിലീസ് തീയതി ഇപ്പോഴത്തെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നും ചിത്രത്തിന്റെ റിലീസ് തീയതി അടുത്ത ഏത് ദിവസങ്ങളിലും പ്രഖ്യാപിക്കാൻ സാധ്യതകളുണ്ട് എന്നാണ് റിപ്പോർട്ട്. സ്റ്റുഡിയോ ഗ്രീൻ നിലവിൽ പ്ലാൻ ചെയ്യുന്നത് സമ്മർ റിലീസായിട്ട് ഏപ്രിൽ 11-ലേക്കാണ്. 200-ൽ പരം ദിവസങ്ങൾ ചിത്രീകരിച്ച സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കൂ. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മോളിവുഡിലെ ഒരു പ്രധാനപ്പെട്ട സിനിമ ക്യൂൻ എലിസബത്ത് ആണ്. മീര, ജാസ്മിൻ, നരയൻ എന്നിവർ പ്രധാന റോളുകളിൽ എത്തുന്ന സിനിമ ഒരു ഫാമിലി എന്റർടൈനർ സിനിമയാണ്. നാളെ ഡിസംബർ 29-ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. വർഷാവസാനം തിയേറ്ററുകളിലേക്ക് എത്തുന്ന പത്മകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഫെബ്രുവരിയിലേക്ക് തിയേറ്റർ റിലീസ് ചാർട്ട് ചെയ്ത സിനിമയാണല്ലോ ഭ്രമയുഗം. രാഹുൽ സദാശിവത്തിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക, അർജുന അശോകൻ എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന ഹൊറർ ത്രില്ലർ മോളിവുഡിലെ അടുത്ത ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയുടെ റിലീസ് തീയതി നിലവിൽ ഫെബ്രുവരി 15-ലേക്കാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ സിനിമയുടെ വീഡിയോ കണ്ടന്റുകളും ഉടനെ പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ കൂടുതൽ ഭ്രമയുഗം അപ്ഡേറ്റുകൾ കേട്ട്. ഇന്ന് ഡിസംബർ 28-ന് അവസാനമായിട്ട് അപ്ലോഡ് ചെയ്ത 3 വീഡിയോകളും വൈകിയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വ്യക്തിപരമായ തിരക്കുകളാണ്. ഇന്ന് രാത്രി 9:30-ന് ശേഷമാണ് വീഡിയോകൾ ചെയ്യാനായിട്ട് സാധിച്ചത്. കാത്തിരുന്ന പ്രേക്ഷകർക്ക് നന്ദി.